ഹായ് എവ്രി വൺ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വോയിസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. സോ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും ഉണ്ട് എനിക്ക്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ള, അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള, ഒത്തിരി നൊസ്റ്റാൾജിക് മെമ്മറീസ് എനിക്ക് തരുന്ന ഒരു ഫുഡ് ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. കപ്പയും ഇറച്ചിയും. ഈ ഫുഡ് ഇപ്പം എറണാകുളത്ത് ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടൽസിലും തട്ടുകടകളിലും സുലഭമാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ അങ്ങനെ അധികം ഈ സിറ്റിയിൽ ഈ ഫുഡ് കണ്ടിട്ടില്ല. ഞാനിത് ആദ്യമായി കഴിക്കുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴാണ്. ഇടുക്കി തോപ്രാംകുടിയിലാണ് എൻ്റെ അമ്മയുടെ വീട്. എല്ലാ വെക്കേഷൻസിലും ഞങ്ങൾ അവിടെ പോവാറുണ്ട്. എല്ലാ കസിൻസും, ആൻറ്റിമാരും, ചാച്ചന്മാരും, കസിൻസ് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു വെക്കേഷനുണ്ട് ഞങ്ങൾക്ക്. അതെന്നും മനസ്സിലുള്ളൊരു ഫേവറേറ്റ് മെമ്മറിയാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മസ്റ്റായിട്ട് കഴിച്ചിരിക്കണം എന്ന് നിർബന്ധമുള്ളൊരു ഭക്ഷണമാണിത്. അതും ഈ കപ്പയിറച്ചി ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു ആഘോഷമാണ്. ചാച്ചന്മാരെല്ലാവരും കപ്പ നുറുക്കും, ആൻറ്റിമാരെല്ലാവരും ഇറച്ചി നുറുക്കും. കുട്ടികളായ ഞങ്ങൾക്ക് കുറച്ച് സവാള പൊളിക്കാനോ സവാള അരിയാനോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികൾ തരും. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ വിറകടുപ്പിൽ വിറകൊക്കെ കൂട്ടി വലിയൊരു ഉരുളി വെച്ചിട്ട് അമ്മയാണ് പാചകം ചെയ്യുന്നത്. ഒത്തിരി സമയം എടുക്കും ഇത് ഉണ്ടാക്കാൻ, കാരണം ഇത്രയും പേർക്ക് ഉണ്ടാക്കണമല്ലോ. അവസാനം കാത്തിരിപ്പിന് ശേഷം കപ്പയും ഇറച്ചിയും ഒരുമിച്ച് കൂടി ഒരു മണങ്ങ് വരും. അടുക്കളയിൽ കപ്പ വേവുന്ന മണം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളിവിടെ കൈകഴുകി വന്നിരിക്കും. അതും ഭക്ഷണം കഴിക്കുന്നത് അവിടെ ഡൈനിങ് ടേബിളിലോ ഹാളിലോ ഇരുന്നിട്ടല്ല, വരാന്തയിലിരുന്നിട്ടാണ്. എറണാകുളം എന്നൊരു ടൗണിൽ ജനിച്ചു വളർന്ന എനിക്ക് വരാന്തയിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് ചിന്തിക്കാനേ പറ്റത്തില്ല. പക്ഷേ ഇവിടെ വരാന്തയിലിരുന്ന് കഴിക്കുന്നതാണ് ഭംഗി. കാരണം നമുക്ക് അവിടെ നിന്ന് കാണാവുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒത്തിരി കുന്നുകളും മേഘങ്ങൾ പോലെ ഒഴുകി പോകുന്ന മഞ്ഞുകട്ടകളും നല്ല തണുപ്പുമാണ്. അതെങ്ങനെ മിസ്സാക്കാൻ പറ്റും? അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ ഞങ്ങളെല്ലാവരും വട്ടം കൂടി അങ്ങിരിക്കും. അടുക്കളയിൽ നിന്ന് ഓരോ പാത്രമായിട്ട് വാഴയിലയിൽ ചൂടോടെ ഇറച്ചിയും കപ്പയും ആൻറ്റിമാർ കൊണ്ടുവരും. അതിൻ്റെ കൂടെ ചെറിയൊരു ഗ്ലാസ്സിൽ കുറച്ച് കാപ്പി അവിടെ മസ്റ്റാണ്. ഇതൊക്കെ കഴിച്ച് വീട്ടുവർത്താനും നാട്ടുവർത്താനും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. സമയം പോകുന്ന അറിയില്ല. അപ്പം എത്രത്തോളം ഈ ഭക്ഷണം എനിക്ക് ഫേവറേറ്റ് ആണെന്നുള്ളത് ഇതിലൂടെ തന്നെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിന്ന് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ 10ാമത്തെ നിലയിൽ ഇരുന്ന് എൻ്റെ സിറ്റ് ഔട്ടിലും ചെറിയ വ്യൂ ഉണ്ട്. ചില സമയങ്ങളിൽ കുഞ്ഞു മലകളൊക്കെ ഇവിടെ നിന്ന് കാണാറുണ്ട് ദൂരെ. അപ്പോൾ എനിക്കുള്ള എൻ്റെ മനോഹരമായ സിറ്റി വ്യൂവിലിരുന്നിട്ട് ചെറിയ ഗ്ലാസ്സിൽ കാപ്പിയും കപ്പയും ഇറച്ചിയും കൂട്ടി ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പറ്റുന്ന സമയങ്ങളിൽ ഈ ബിസി ലൈഫിൽ വല്ലപ്പോഴുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, ആസ്വദിക്കുക. ബൈ.